തലസ്ഥാനവാസികളുടെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി മാതൃകയിൽ തിരുവനന്തപുരത്തും മെട്രോ വരികയാണ്. 1.5 മാസം കൊണ്ട് DPR പൂർത്തിയാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 6 മാസം കൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. 31 കിലോമീറ്റർ ദൂരം വരുന്ന മെട്രോ റെയിൽ 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബെഹ്റ പറഞ്ഞു. ഇതിലിപ്പോൾ നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അതിലെ കുറച്ച് ചേഞ്ചുകൾ ഇപ്പോൾ വേണ്ടി വരും. ചേഞ്ച് ചെയ്ത ശേഷം DPR പൂർത്തിയാകും. ഈ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം മിനിമം പിടിക്കും. എല്ലാ കാര്യത്തിലും എങ്ങനെ ചെയ്യുമോ, എന്താ ഏത് രീതിയിൽ പോവും, എത്ര പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുമോ, ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഈ 27 സ്റ്റേഷൻ 31 കിലോമീറ്റർ ഉണ്ടാക്കാൻ 2.5 വർഷത്തിനകത്ത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. 1.5 മാസത്തിൽ DPR ആകും. പക്ഷേ ആ DPR അപ്രൂവൽ പ്രോസസ്സ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ക്യാബിനറ്റ്, പിന്നെ സെൻട്രൽ ക്യാബിനറ്റ്, ഫൈനാൻഷ്യൽ മോഡൽ, കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മിനിമം 6 മന്ത്സ് വേണം. നമുക്കൊപ്പം ചേരുന്നു ഹരിമോഹനും ആർ റോഷിപാലും അർജുൻ മട്ടന്നൂരും. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഗുഡ് ഈവനിങ്. ഒരുപാട് ആഗ്രഹിച്ചതാണ് തിരുവനന്തപുരത്തും കൊച്ചി മെട്രോ പോലെ ഒരു മെട്രോ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം പലയിടങ്ങളിലും നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ, അത് കൂടുതൽ സമയമെടുക്കുമ്പോൾ, ഓഫീസിലേക്ക് എത്താൻ വൈകുമ്പോഴൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, ആഗ്രഹിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു യാത്രയ്ക്ക് എത്രത്തോളം മാറ്റമുണ്ടാക്കുന്നതായിരിക്കും അനന്തപുരി മെട്രോ? ഗുഡ് ഈവനിങ്. ഈ കൊച്ചിക്കാർക്ക് മാത്രമല്ല തിരുവനന്തപുരംകാർക്കും സ്വന്തമായി മെട്രോ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത് തിരുവനന്തപുരം നഗരത്തിന്റെ അപ്പാടെ മുഖച്ഛായ മാറ്റുന്നതാണ് ഈ മെട്രോ റെയിൽ പദ്ധതിക്ക് ഇത്തരത്തിൽ അലൈൻമെന്റിന് അംഗീകാരം ലഭിക്കുന്നത്. അതിൽ ഈ മെട്രോ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരുപാട് ചർച്ചകൾ, അതായത് ഒരു കഴിഞ്ഞ 10 വർഷത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പലതവണ ഇനം മാറി, അതായത് അലൈൻമെന്റ് മാത്രമല്ല ഇനമടക്കം മാറി. ആദ്യം ഈ തൂണുകളിൽ കൂടി കാന്തശക്തിയിൽ പോകുന്ന രീതിയിലായിരുന്നു ഒരു സംവിധാനം, മോണോ റെയിൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു മെട്രോ റെയിൽ എന്ന് പറയുന്ന കൊച്ചി മെട്രോയൊക്കെ പോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള ഗതാഗത സംവിധാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. അത് ഈ അലൈൻമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മെട്രോ റെയിൽ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഒന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെയാണ് ഇത്തരത്തിൽ 31 കിലോമീറ്ററിന് കീഴിൽ ദൈർഘ്യമുള്ള സ്ഥലങ്ങൾ, 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യഘട്ട അലൈൻമെന്റിന് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ, പാപ്പനംകോട്ട് നിന്ന് തുടങ്ങി കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം വഴി കഴക്കൂട്ടത്തിന് സമീപം ടെക്നോ പാർക്ക് വരെ 1ാം ഘട്ടത്തിലെത്തി ബൈപ്പാസിലൂടെ ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ഇത് അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ 27 സ്റ്റേഷനുകൾ വരുന്നത്. പക്ഷേ ഈ പദ്ധതി കുറെ കാലമായി കടലാസിൽ കിടക്കുന്നതാണ്. ആ റോഷിപാൽ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ്. ആ റോഷിപാൽ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ തന്നെ കേൾക്കുന്നതായിരിക്കുമല്ലോ ഇത്. കടലാസിൽ ഈ പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള ഒരു വാക്പോരും കൂടി തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. മന്ത്രിയടക്കം പറയുന്നു സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന്. KMRL DPR തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ പദ്ധതിയുടെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ അല്ലയോ? സുജയ, നേരത്തെ തന്നെ LDF ഈ പദ്ധതി പ്രഖ്യാപിച്ചതാണ്. ലൈറ്റ് മെട്രോ അത് തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാക്കും എന്ന് തന്നെയാണ് ആ പ്രഖ്യാപനം. അത് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ അത് പ്രഖ്യാപിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇത് അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അല്ലാതെ ഇത് ലൈറ്റ് മെട്രോ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയല്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നുമില്ല. അത് LDFന് പറ്റില്ല എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നതും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇച്ഛാശക്തിയോടെ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുന്നു. വായ്പയെടുത്ത് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കും. കാരണം കൊച്ചിൻ മെട്രോ ലാഭകരമായി പോകുന്നു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വന്നാൽ അതും ലാഭകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ സർക്കാരിൻ്റെ ഭാഗത്തുമുണ്ട്. ഇതൊരു രാഷ്ട്രീയ തർക്കമായി മാറുകയാണ്. അത് തെരഞ്ഞെടുപ്പ്
കാലത്ത് പ്രഖ്യാപനം നടന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വാദപ്രതിവാദത്തിന് വഴിയൊരുക്കിയതും. പ്രതിപക്ഷം വരും ദിവസങ്ങളിലും ഇത് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ വ്യാപകമായി ഇതൊരു പ്രചാരണ ആയുധമാക്കും, പ്രത്യേകിച്ച് LDF നേതൃത്വം. കാരണം ഇത്രയും വലിയ വികസനം തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കാൻ LDF ഗൃഹസന്ദർശനം നടത്തുന്നത്. ആ ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുക ഈ രാഷ്ട്രീയം പറഞ്ഞു തന്നെയായിരിക്കും പ്രതിപക്ഷം. സുജയ.